രജിസ്റ്ററിൽ സൈൻ ചെയ്യുമ്പോൾ നിഹയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ചേട്ടനെ വെറുപ്പിച്ചുകൊണ്ട് താനിപ്പോൾ ഒരുത്തൻ്റെ ഭാര്യയാകാൻ പോവുകയാണ്. തൻ്റെ വിവാഹത്തെക്കുറിച്ച് അനിയേട്ടന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അതൊക്കെയാണ് താനിപ്പോൾ ഇല്ലാതാക്കിയത്. കുഞ്ഞുനാൾ മുതൽ ഒരു കുറവും അറിയിക്കാതെയാണ് തന്നെ വളർത്തിയത്. എന്നിട്ട് താൻ തിരികെ നൽകിയതോ ഇതുവരേക്കൊന്നും നുള്ളി നോവിപ്പിക്കുക ചെയ്തിട്ടില്ല. എന്നാലിപ്പോൾ ആദ്യമായി തന്നെ തല്ലിയിരിക്കുന്നു. അപ്പോൾ ആ മനസ്സ് എത്രത്തോളം വേദനിച്ച് കാണും. നിഹയുടെ മനസ്സിപ്പോഴും അനിയെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. നിഹയുടെ പ്രവർത്തികൾ വീക്ഷിച്ചു നിൽക്കുന്ന ആദമിന് അവളുടെ അവസ്ഥ കണ്ട ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഏറെ നേരമായിട്ടുള്ള അവളുടെ അവസ്ഥ ഇതാണ്. എന്ത് ചോദിച്ചാലും ഒരു മിണ്ടാട്ടമില്ല. ഇതിപ്പോൾ താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതുപോലെയാണ് അവളുടെ പെരുമാറ്റം. ആദം മുഷ്ടി ചുരുട്ടി പിടിച്ചു, ദേഷ്യം നിയന്ത്രിച്ചു. പെട്ടെന്ന് സൈൻ ചെയ്യൂ കുട്ടി. മുന്നിലിരിക്കുന്ന ഓഫീസർ നിഹയെ നോക്കി പറഞ്ഞപ്പോൾ അക്ഷര നിഹയുടെ തോളിൽ കൈവച്ചതും നിഹയും സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇരുവരും പരസ്പരം ഹാരം കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. അക്ഷരയും ജാൻവിയും വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളായപ്പോൾ ആദർശും നിഖിലും വരൻ്റെ ഭാഗത്തു നിന്നും സാക്ഷികളായി. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നിഹ ആദമിൻ്റെ കൂടെ പുറപ്പെടാൻ നേരം അക്ഷര അവളെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞു ആദം നിഹയും കൂട്ടി അവിടെ നിന്ന് മടങ്ങി. യാത്രയ്ക്കിടയിൽ ഇരുവരും ഒന്നും മിണ്ടിയതേയില്ല. അതിനിടയിൽ ആദമിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിൽ പപ്പ എന്ന് കണ്ടതും വിളിയുടെ പിന്നിലെന്താണെന്ന് ആദത്തിന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, ആദം നേരിയ സ്വരത്തിൽ സംസാരിച്ചു. എന്താടാ ഞാൻ കേൾക്കുന്നതൊക്കെയും? പപ്പയുടെ സ്വരത്തിൽ തികച്ചും ഗൗരവം. പപ്പ, ഞാനൊന്നും അറിഞ്ഞോണ്ടല്ല, ആരോ എന്നെ പെടുത്തിയതാ. എനിക്ക് നിന്നെ മനസ്സിലാവും, പക്ഷെ ആ വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം പരക്കുക. ആദം, നീ അത് ഡിലീറ്റ് ചെയ്യാനുള്ള വഴി നോക്ക്. അയാൾ പറഞ്ഞ ആ വീഡിയോയുടെ കാര്യം ആദമിന് അറിയില്ലായിരുന്നു. പപ്പ, വീഡിയോ പുറത്തു പോവാതിരിക്കാൻ സിഎം വേണ്ടത് ചെയ്തിരുന്നു. എന്നിട്ടും എങ്ങനെ? ആദം വാക്കുകൾ മുഴുവനാക്കിയില്ല. ഞാൻ നിനക്ക് ആ വീഡിയോ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് കണ്ടു നോക്ക്. അത് കണ്ട ആൾക്കാർ അതും ഇതും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആദം ധൃതിയിൽ പപ്പ അയച്ച ആ വീഡിയോ ലിങ്ക് തുറന്നു നോക്കി. ചുവരിൽ ചാരി നിൽക്കുന്ന നിഹയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് നിൽക്കുന്ന താൻ. അന്നേരം അവളുടെ കണ്ണുകളുടെ പിടിച്ചിൽ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ താനും അവളും പ്രണയത്തിലാണെന്നും തങ്ങൾക്കിടയിൽ നടന്ന റൊമാൻസും ആണെന്നും പറയുള്ളൂ. പപ്പ, ഇത് ഞാൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, അല്ലാതെ മറ്റൊന്നും അല്ലായിരുന്നു. ആദം എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഓ, എന്നിട്ട് ആ കൊച്ചു പേടിച്ചോ? ആദം, കാണാനുള്ളവരൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അല്ല, ഏതാ ആ കുട്ടി? എൻ്റെ പിയ. ഡിസൈനർ ആവാമെന്ന കൊച്ചിനെ പിടിച്ച് പിയയ്ക്ക് കാര്യമൊക്കെ നിഖിലിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു. അതല്ല, ഞാൻ ചോദിച്ചത് ആ കുട്ടിയുടെ വീടും കുടുംബവും ഒക്കെയാണ്. പപ്പ, ഇവിടെ ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള കുട്ടിയാ. ഹിന്ദു കൊച്ചാ. ഏട്ടൻ മാത്രമേ ഉള്ളൂ, ആള് പോലീസിലാ. എൻ്റെ കർത്താവേ, നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു ആദം? എന്നിട്ട് ആ കൊച്ചെവിടെ? എൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കൂടെയോ? ഞാനവളങ്ങ് കെട്ടി. എൻ്റെ പുണ്യാളാ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് നീ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? ആരോടും ചോദിച്ചില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തു. എടാ, വിവാഹം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണെന്നാണോ നിൻ്റെ വിചാരം? അതൊന്നും എനിക്കറിയില്ല. ലീഗലി അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. എനിക്കത് തന്നെയാണ് വേണ്ടതും. എടാ, കർത്താവിന് മുന്നിൽ വെച്ചേ ആ കൊച്ചിൻ്റെ കഴുത്തിൽ മിന്നുകെട്ടാതെ ഞങ്ങളൊന്നും അത് വിവാഹമായി കണക്കാക്കില്ല. ഇതിപ്പോൾ നിൻ്റെ അപ്പച്ചി അന്യജാതിക്കാരൻ്റെ കൂടെ പോയപ്പോൾ ആദ്യം എതിർത്തത് ഞാനാ. ആ എൻ്റെ മകൻ മറ്റൊരു മതത്തിൽപ്പെട്ട പെണ്ണിനെ കെട്ടിയെന്നറിഞ്ഞാൽ ഇവിടെ എല്ലാവരും എൻ്റെ ചെവി തിന്നും. എന്തായാലും ഞാനും നിൻ്റെ മമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കിയൊക്കെയും അവിടെ വന്നിട്ട് തീരുമാനിക്കാം. ഇപ്പോൾ ഇങ്ങോട്ട് ആരും വരണമെന്നില്ല. 2 ദിവസം കഴിഞ്ഞു ഞാൻ ഇവളെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം. മിന്നുകെട്ടിന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തേച്ചാൽ മതി. അത്രയും പറഞ്ഞ് ആദം കോൾ അവസാനിപ്പിച്ചു. ശേഷം അവൻ നിഹയെ നോക്കിയപ്പോൾ അവൾ ഇതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ പുറത്തേക്ക് നോട്ടമറിഞ്ഞ് നിൽപ്പാണ്. നിഹയുമായി ആദം നേരെ ചെന്നത് അവിടുത്തെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. നിയമത്തിന് മുന്നിൽ മാത്രം അവൾ തൻ്റെ ഭാര്യയായാൽ പോരാ, പകരം അവൾ വിശ്വസിക്കുന്ന ദൈവത്തിന് മുൻപിൽ താൻ അവളുടെ ഭർത്താവാണെന്ന് അവൾക്ക് തോന്നണം. അതിനുവേണ്ടിയാണ് ക്ഷേത്രനടയിൽ വെച്ചൊരു താലികെട്ട് കൂടി നടന്നത്. വിവാഹത്തിന് സാക്ഷിയായി ദൈവം മാത്രം. അത് കഴിഞ്ഞ് ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് സീമന്തരേഖ ചുവപ്പിക്കുമ്പോൾ അവൾ കണ്ണുകൾ ഇറകെ പൂട്ടിയിരുന്നു.
ആ നിമിഷം അവളുടെ കണ്ണ് നിറഞ്ഞു തോന്നുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം പൊടിഞ്ഞു. അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു ആ നെറുകയിൽ ചുംബിക്കാൻ അവൻ്റെ ഉള്ളം വെമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ അപ്പോഴത്തെ പെരുമാറ്റം അവനെ പലതിൽ നിന്നും പിന്തിരിപ്പിച്ചു. തൻ്റെ മുഖത്തേക്ക് പോലും അവൾ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. താനെന്തോ അവളെ തട്ടിക്കൊണ്ടുവന്നു കല്യാണം കഴിച്ച ഫീലായിരുന്നു അവളുടെ മുഖത്ത്. ആദം അവളെ ശ്രദ്ധിക്കാതെ വണ്ടിക്കരികിലേക്ക് നടന്നു. അവൾക്ക് മാത്രമല്ല, തനിക്കുണ്ട് വേദനിക്കുന്ന ഒരു മനസ്സും നുറുങ്ങുന്ന ഹൃദയവും. ഒരു ശത്രുവിനെ പോലെയല്ല തന്നെ കാണുന്നത്. ഈ വിവാഹത്തിലൂടെ അവളെ രക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അതെന്താ അവൾ മനസ്സിലാക്കുന്നില്ല എന്നും പറഞ്ഞ ആദം വണ്ടിയിൽ കയറിയിരുന്നു. പിന്നാലെ നിഹയും കയറി. നിഹയുമായി വീട്ടിലെത്തിയ ആദം അവൾക്ക് മുകളിലെ തൻ്റെ മുറി കാട്ടിക്കൊടുത്തു. ശേഷം അവളോട് താനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൻ താഴേക്ക് നടന്നു. ത്രേസി ചേട്ടത്തിയോട് നിഹയ്ക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും കൊടുക്കാൻ പറഞ്ഞ ആദം അവിടെ നിന്ന് പോയി. അതിനിടയിൽ തൻ്റെ മാരേജ് ഫോട്ടോ അവൻ ഇൻസ്റ്റഗ്രാമിലെ തൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായി നിരവധി കമൻസുകൾ വന്നു നിറഞ്ഞു. ആദം ജോൺ പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞിട്ട് ഒട്ടുമിക്ക മീഡിയാസിൽ നിന്നും ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു. മീഡിയാസിൻ്റെ ചോദ്യങ്ങൾക്ക് ആദം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഏതോ ഒരുത്തൻ ലീക്കായി അവരുടെ വീഡിയോയെക്കുറിച്ച് ചോദിച്ചു. ഒപ്പം നിഹയുമായുള്ള ബന്ധവും ചോദിച്ചു. ആ സമയത്ത് ആദം തൻ്റെ വിവാഹ ഫോട്ടോ കാട്ടിക്കൊടുത്തു. ഇതിപ്പോൾ ഈ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കിയൊരു തട്ടിക്കൂട്ട് മാരേജ് അല്ലേ? മാധ്യമപ്രവർത്തകൻ വിടാൻ ഒരുക്കമല്ല. യെസ്, ഇപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് മാരേജ് തന്നെയാണ്. വൈകാതെ എൻ്റെ നാട്ടിൽ വെച്ച് ആർഭാടത്തോടെ വിവാഹം നടക്കും. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നാളായി പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതുമാണ്. ദേ, തെളിവ് വേണമെങ്കിൽ തരാം. ഇത് കഴിഞ്ഞ മാസം ശർമ്മ സാർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഫോട്ടോയാണ്. ഇതിൻ്റെ ക്യാപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും അന്ന് തൊട്ട് നിഹാരിക എൻ്റെ ആരാണെന്ന്. ആദം എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഫോട്ടോ കാട്ടിക്കൊടുത്തു. ഇതിനിടയിൽ ഞങ്ങളൊന്ന് ഒരുമിച്ച് ഒരു മുറിയിൽ കെട്ടിപ്പിടിച്ചു നിന്ന ഇവിടെയുള്ള മഞ്ഞ പത്രക്കാർക്കും സദാചാര പോലീസുകാർക്കും എന്താ ഇത്ര ചൊറിച്ചിൽ? എന്നെ മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി ആരോ പത്രക്കാരെ പറഞ്ഞു വിട്ടതാ. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ മുറിയിൽ അതിക്രമിച്ചു കയറി അവർ പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ പലരും ഷെയർ ചെയ്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരായാലും ശരി, അവർക്കെതിരെ ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരൊക്കെ ഇത് റീപോസ്റ്റ് ചെയ്തു അവരുടെയൊക്കെ അക്കൗണ്ട് പൂട്ടിക്കാനുള്ള വഴി ഞാൻ ഉറപ്പായും സ്വീകരിക്കും. എന്തിന്, മോശം കമൻറ്റിട്ടവരെ പോലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ മോശമായിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഭാര്യയാവാൻ പോകുന്നവളെ ഒന്ന് പ്രണയത്തോടെ നോക്കുന്നു. അതിലിപ്പോൾ എന്താ? എല്ലാം പറഞ്ഞു കഴിഞ്ഞു ആദം അവരോട് ആ ചോദ്യം ഉന്നയിച്ചു. സർ, താങ്കൾ പ്രണയത്തോടെ നോക്കുക മാത്രമല്ല ചെയ്യുന്നത്. അതിനിടയിൽ ഏതോ ഒരു പത്രക്കാരൻ കമൻ്റ് അടിച്ചു. യെസ്, ഞാനൊന്ന് ഉമ്മ വെച്ചു എന്നതിന് കരുതുക, അതിനിപ്പോൾ എന്താ? അതുകൊണ്ട് ഇനി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയോ മറ്റോ ഒന്നും വരാൻ പാടില്ല. വന്നാൽ ഞാൻ എങ്ങനെയാ പ്രതികരിക്കുക എന്നെനിക്ക് പോലും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആദം പ്രസ് മീറ്റ് അവസാനിപ്പിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആദമിൻ്റെ വാർത്താ സമ്മേളനം ടി വിയിൽ കൂടി കാണുകയാണ് അനി. ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് രേഷ്മ അങ്ങോട്ട് വരുന്നത്. തറയിൽ ചിന്നിച്ചിതറിയ ഗ്ലാസും അനിയെയും അവൾ മാറി മാറി നോക്കി. എന്താ എന്താ പറ്റിയേ? അവൾ അവനരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനിരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയ കൊച്ച. എന്നിട്ടിപ്പോൾ അവൾക്കെന്നെ വേണ്ടാതായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അന്നേരം അറിയാതെ ഞാൻ എൻ്റെ കൊച്ചിനെ തല്ലി. ഈ കൈ കൊണ്ടാണ് ഞാൻ തല്ലിയത് എന്നും പറഞ്ഞ് അവൻ തൻ്റെ കൈ ചുവരിലിട്ട് ആഞ്ഞടിച്ചു. അനിയേട്ട എന്തായി കാണിക്കുന്നേ? രേഷ്മ അവനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു. പണത്തിൻ്റെ മുമ്പിൽ കഴിയുന്നവനവൻ. അവനെൻ്റെ കൊച്ചിനെ പെരുവഴിയിൽ ഉപേക്ഷിക്കും. എനിക്കത് കാണാൻ വയ്യ. അതിനു മുൻപ് എനിക്കെൻ്റെ കൊച്ചിനെ തിരികെ കൊണ്ടുവരണം. അവരൊരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവനെ പോലൊരുത്തൻ എൻ്റെ കൊച്ചിന് വേണ്ട എന്നും പറഞ്ഞ് വല്ലാത്ത ഭാവത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങുന്ന അനിയെ രേഷ്മ വേദനയോടെ നോക്കി നിന്നു. ആദത്തിൻ്റെ ഈ പ്രസ് മീറ്റ് കണ്ട് മറഞ്ഞു നിൽക്കുന്ന ആ ശത്രു ദേഷ്യത്തോടെ ചുവരിൽ ആഞ്ഞടിച്ചു. തങ്ങളുടെ പ്ലാൻ പരാജയപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ അയാൾ സെറയെ വീണ്ടും വിളിച്ച് സംസാരിച്ചു. എത്രയും പെട്ടെന്ന് പുതിയൊരു പദ്ധതി ഒരുക്കി ആദമിനെ തകർക്കണമെന്ന് അയാൾ സെറയോട് ആവശ്യപ്പെട്ടു. ആദം തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വൈകുന്നേരം 5 മണിയായിരുന്നു. അന്നേരം ത്രേസി ചേട്ടത്തി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളിതുവരെ പോയില്ലേ? ആദം ചോദിച്ചു. ഇല്ല, കുഞ്ഞു വന്നിട്ട് പോവാന്ന് കരുതി. ആദം ഒന്ന് അമർത്തി മൂളി.
കുഞ്ഞെ, ആ കൊച്ചു ഒരു തുള്ളി വെള്ളം പോലും ഇറക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ ചെന്ന് വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഒരു ജ്യൂസുമായി അങ്ങോട്ട് ചെന്നപ്പോൾ അതും കുടിച്ചില്ല. ആ കുട്ടിക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്ന് കരുതി പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല. നിങ്ങൾക്ക് ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ? നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വൈകില്ലല്ലോ. ഇല്ല കുഞ്ഞെ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം, എന്നിട്ട് പോയിക്കോളാം എന്നും പറഞ്ഞ് ത്രേസ്യ ധൃതിയിൽ അകത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞതും ത്രേസ്യ ജ്യൂസുമായി വന്നു. അപ്പോഴേക്കും ആദം ഹാളിലെ സെറ്റിയിൽ കണ്ണടച്ചിരിപ്പായിരുന്നു. കുഞ്ഞെ, ദേ ജ്യൂസ്. ത്രേസ്യയുടെ ശബ്ദം കേട്ടതും ആദം കണ്ണു തുറന്നു. ഇനി നിങ്ങൾ പോയിക്കോളൂ. ജ്യൂസുമായി അകത്തേക്ക് നടക്കുമ്പോൾ ആദം ത്രേസ്യയോട് പറഞ്ഞു. ആദം തൻ്റെ മുറിയിൽ ചെന്നപ്പോൾ നിഹ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവിടെയുള്ള മറ്റു മുറികൾ പരിശോധിച്ചു. ഒടുവിൽ ഗസ്റ്റ് റൂമിൽ കിടന്നിറങ്ങുന്ന നിഹയെ കണ്ടതും അവൻ അകത്തേക്ക് നടന്നു. ജ്യൂസ് അവിടെ ഒരു ഭാഗത്ത് വെച്ച് അവളുടെ അരികിൽ വന്നിരുന്നു. പതിയെ അവളെ തട്ടി വിളിച്ചതും ഒരുതരം ഞരക്കത്തോടെ നിഹ കണ്ണു തുറന്നു. അവനെ കണ്ടത് അവൾ എഴുന്നേറ്റിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കാതെ തലയും താഴ്ത്തിയിരിപ്പാണ് അവൾ. നീ എന്താ ഇത്രയും നേരം കിടന്നുറങ്ങിയതാണോ? അവൻ ഗൗരവം ഒട്ടും കുറക്കാതെ ചോദിച്ചു. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഇനിയിപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞു തരണമായിരിക്കും. അന്നേരം അവൾ ഒന്നും വേണ്ടിയില്ല. നീ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അതെന്താ വേണ്ടാത്തേ? എനിക്ക് വേണ്ട, അത്ര തന്നെ. അവനിൽ നിന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് നിഹ പറഞ്ഞു. ഇങ്ങനെ പട്ടിണി കിടക്കാൻ നിന്റെ ആരെങ്കിലും ചത്ത് കിടപ്പുണ്ടോ? നിഹയുടെ വാക്കും പ്രവൃത്തിയും ആദമിന് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് അവൻ ഇത്തിരി കലിപ്പിൽ ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം അവൾക്കും ഇഷ്ടമായില്ല. അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി എഴുന്നേറ്റ് നടന്നതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? അതിനിടയിൽ നീ എങ്ങോട്ടായി പോണത്? ആദം ഗൗരവം ഒട്ടും കുറക്കാതെ ചോദിച്ചു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവും. അത് ചോദിക്കാൻ സാറാരാ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലല്ലേ? ശരി എന്നും പറഞ്ഞ ആദം അവളുടെ കൈ പിടിച്ചു വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. മറുകയ്യാലെ അവളുടെ ഇടുപ്പിൽ വിരിഞ്ഞു മുറുക്കി. എന്താ സാറി കാണിക്കുന്നേ? വിട് വിട്. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ വിഴിഞ്ഞ കണ്ണാലെ അവനെ നോക്കി. ശേഷം അവൾ കുതറി മാറാനൊരുങ്ങി. ഞാൻ ആരാണെന്നല്ല ചോദിച്ചേ, അത് മനസ്സിലാക്കി തരാൻ പോവുക എന്നും പറഞ്ഞ് അവളുടെ ഡ്രസ്സിനുള്ളിൽ കിടക്കുന്ന താലി എടുത്ത് പുറത്തേക്കിട്ടു. ഇപ്പം മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഇത് ഞാൻ ചുമ്മാ അങ്ങ് കെട്ടിത്തന്നതൊന്നുമല്ല. നീ വിശ്വസിക്കുന്ന ദൈവങ്ങളെയും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനെയും മനസ്സിൽ ധ്യാനിച്ചു കെട്ടിത്തന്നതാണ്. ഈ താലി നിൻ്റെ കഴുത്തിൽ വീണത് മുതൽ നീ എൻ്റെ ഭാര്യ, ഞാൻ നിൻ്റെ ഭർത്താവും. എനിക്ക് നിന്നിൽ ചില ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇനി ആവർത്തിക്കാൻ പാടില്ല, കേട്ടല്ലോ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ മാടിയൊതുക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. അത് സാറ് മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ ഭർത്താവാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ? പിന്നെ ഭർത്താവിൻ്റെ അവകാശം കൊണ്ട് എൻ്റെ അടുത്ത് വരികയും വേണ്ട, അവൾ വാശിയോടെ പറഞ്ഞു. എന്നാൽ ഇനി മുതൽ തോന്നിക്കൊള്ളണം, ഞാൻ നിൻ്റെ കെട്ടിയോനാ, അല്ലാതെ ബോസല്ല. ദേ, നീ എന്നെ പഴയ ബോസാക്കി മാറ്റരുത്, കേട്ടോടി മാങ്ങ കള്ളി. അത് കേട്ടപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഇനിയിപ്പോൾ എന്നും ഇഷ്ടം പോലെ മാങ്ങ പറിച്ച് തിന്നാലോ അല്ലേ? അവളുടെ മുഖത്തേക്ക് നോട്ടമറിഞ്ഞുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. എനിക്ക് സാറിൻ്റെ മാങ്ങയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അവൾ അവൻ്റെ നെഞ്ച് പിടിച്ചു തള്ളി ആ കരവലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഡി, ദേഹത്ത് തൊട്ട് കളിക്കല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ എന്നും പറഞ്ഞ് അവളുടെ കൈ രണ്ടും മടക്കി ലോക്ക് ചെയ്ത് വെച്ച് അവളെ മുഖം തിരിച്ചു നിർത്തി തൻ്റെ നെഞ്ചോടടുപ്പിച്ചു അവൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കി. വിട് സാർ, വിട്. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ നിഹ തോൽവി സമ്മതിച്ചു. നിഹ, ദേഷ്യം വരുമ്പോൾ നിന്നെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാ. അങ്ങ് കടിച്ചു തിന്നാൻ തോന്നും. കടിക്കട്ടെ ഞാൻ, അവളുടെ കാതിൻ തുമ്പ് കടിച്ചു വിട്ടുകൊണ്ട് അവൻ പറഞ്ഞതും നിഹയുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു. അവൾ അടങ്ങി നിന്നു. അന്നേരം ആദം ഒരു കൈയാലെ അവളുടെ കൈ പിടിച്ചു വെച്ചു, മറുകൈയാലെ ജ്യൂസ് ഗ്ലാസ് കയ്യിൽ പിടിച്ച് അവളുടെ ചുണ്ടോടടുപ്പിച്ചു. കുടിക്ക്. എനിക്ക് വേണ്ട, അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ദേ, ഈ ഗ്ലാസ് എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണാലുണ്ടല്ലോ, പൊന്നുമോള് വിവരം അറിയും. അതുകൊണ്ട് ഇച്ചായൻ്റെ നിഹ കൊച്ചേ, നല്ല കുട്ടിയായി ഈ ജ്യൂസ് കുടിക്കാൻ നോക്ക്. ഗ്ലാസ് ഒന്നുകൂടി അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു. അവളുടെ കാതോരം സ്വകാര്യം പോലെ പറഞ്ഞതും അവൻ്റെ സ്വരത്തിൽ എവിടെയോ ഒരു ഭീഷണി ഇല്ലയോ എന്ന് മനസ്സിലാക്കിയ നിഹ പതിയെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഗുഡ് ഗേൾ, അവളുടെ കാതോരം ഹസ്കി വോയിസിൽ പറഞ്ഞതും അവളുടെ ഉള്ളമാകെ ഒന്ന് വിറച്ചു.
അതിൻ്റെ കൂടെ അവൻ്റെ നിശ്വാസച്ചൂട് കാതിൽ പതിയുന്നതും അവളാകെ തളർന്നു പോകുന്നുണ്ടായിരുന്നു. ജ്യൂസ് മുഴുവനും കുടിച്ചു കഴിഞ്ഞതും അവൻ ഗ്ലാസ് പിൻവലിച്ചു. ടേബിളിൽ വെച്ച് അവളുടെ കൈവിടാതെ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ ചുണ്ടിന് മേലെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ജ്യൂസ് അവൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒപ്പിയെടുത്തു. അന്നേരം ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. നിന്റെ ഏട്ടനെ ഓർത്താണ് ഈ വിഷമങ്ങളെ, അത് വേണ്ട. 2 ദിവസം കഴിഞ്ഞു ഞാൻ ആളെ കണ്ട് കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവൻ അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. ആദാം പറഞ്ഞതും അന്നേരം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ആ നിമിഷം അവൻ്റെ നോട്ടവും അവളെ തേടിയെത്തി. 2 പേരുടെയും കണ്ണുകൾ ഒരു നിമിഷം കൊരുത്തു വലിച്ചു. അവൻ്റെ കണ്ണുകളിലെ കത്തുന്ന പ്രണയം അവളെ തളർത്തി. സാറെന്താ ഇങ്ങനെ നോക്കുന്നത്? സാറിൻ്റെ ഈ നോട്ടത്തിൽ പ്രണയം ഒഴുകി ഒലിക്കുന്നത് പോലെ. സാറിന് ഇത്ര പെട്ടെന്ന് എന്നോട് പ്രണയം തോന്നിയോ? നിഹയുടെ ചോദ്യത്തിൽ എവിടെയോ പരിഹാസം കലർന്നിരുന്നു. പിന്നല്ലാതെ എൻ്റെ ഭാര്യയെ ഞാൻ പ്രണയിക്കാതെ പിന്നെ വല്ലവരോടും പ്രണയിച്ചോളാൻ പറയാൻ പറ്റുമോ? ആഹാ, ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ഒരാളോട് പ്രണയമൊക്കെ തോന്നുമോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ധൈര്യത്തോടെ അവൾ ചോദിച്ചു. ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നാൻ ഒരു നിമിഷം മതി എൻ്റെ ഭാര്യയെ. നിന്നോടുള്ള എൻ്റെ പ്രണയം ഇപ്പോൾ പൊട്ടിമുളച്ചതൊന്നുമല്ല. നീയുമായി ചിലവഴിച്ച ഏതൊരു നിമിഷത്തിൽ എനിക്ക് നിന്നോട് പ്രണയം തോന്നിയിരുന്നു. ഒടുവിൽ നീ എന്നെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചപ്പോൾ ആ പ്രണയം അങ്ങ് പടർന്ന് പന്തലിച്ചു. പിന്നെ നിന്നെ കാണാതിരുന്ന ആ ദിവസങ്ങളിൽ ഞാൻ ഉറപ്പിച്ചു, ഐ ആം ഇൻ ലവ് വിത്ത് യു, ഐ കാൻറ്റ് ലിവ് വിതൗട്ട് യു. അന്നേരം അവൻ്റെ സ്വരം പ്രണയാർദ്രമായി. ആദം പറയുന്നത് കേട്ട് നിഹ കണ്ണിമ ചിമ്മാതെ അവനെ നോക്കിയിരുന്നു. നിനക്കറിയോ നിഹ, നിന്റെ ഈ മാൻപേടമിഴികൾ എത്രയോ രാത്രികളിൽ എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെന്നോ? അവളുടെ കണ്ണുകളിലേക്ക് പതിയെ ഊതിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. പിന്നെ നിന്റെ ഈ റോസാ ഇതളുകൾ പോലത്തെ ചുണ്ടുകൾ, ഉഫ്, അതെന്നെ എത്രയോ തവണ കൊതിപ്പിച്ചിട്ടുണ്ടെന്നോ? അവളുടെ കീഴ്ചുണ്ട് ഞെരടിക്കൊണ്ടവൻ പറഞ്ഞതും നിഹ ഒന്ന് ഏങ്ങിപ്പോയിരുന്നു. നിന്റെ ഈ ചുണ്ടുകൾക്കിടയിൽ കൂടി വിരിയുന്ന ഈ പാൽ പുഞ്ചിരുണ്ടല്ലോ, അതിന് പൂനിലാവിൻ്റെ അഴകാണ്. എന്നൊക്കെ പറയണമെങ്കിലേ കാണുന്നവൻ വല്ല കണ്ണു പൊട്ടനായിരിക്കണം. ഇതൊരു മാതിരി പാടത്ത് വെക്കാൻ പോലും കൊള്ളത്തില്ല. ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഫ്ലോയിൽ എല്ലാം കേട്ട് സുഖിച്ച് വരികയായിരുന്നു നിഹ. ഒരു നിമിഷം അതൊക്കെയും സത്യമാണെന്ന് കരുതി അവളുടെ ദേഷ്യമൊക്കെയും കുറഞ്ഞു വന്നതായിരുന്നു. ഇതിപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? തന്നോട് പേടിക്കാൻ ഞാൻ പറഞ്ഞോ? താനോ? ആരാടെ താൻ? ഇനി വിളിക്കോ? അവളെ ഒന്നുകൂടെ വിരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. താൻ 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 ഇനിയും ഞാൻ വിളിക്കും. താൻ എന്ത് ചെയ്യും? ആഹാ, അത്രയ്ക്കായോ? ഞാൻ എന്ത് ചെയ്യും എന്നല്ലേ? അതെ, ഇതുപോലൊക്കെയും ചെയ്യും. അവൾ ഉടുത്തിരിക്കുന്ന സാരിയുടെ വിടവിലൂടെ കൈയിട്ട് അവളുടെ വയറിനെ ഒന്ന് തഴുകി അവൾക്ക് നേരെ പുരികം പൊക്കിയപ്പോൾ അവൾ നീങ്ങിക്കൊണ്ട് കണ്ണുകൾ ഇറുകെ പൂട്ടി. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇങ്ങനെ പലയിടത്തും തൊട്ടൂന്നും പിടിച്ചു എന്നൊക്കെ ഇരിക്കും. എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അവളുടെ നാഭിച്ചുഴിയിൽ വിരലുകൾ ആഴ്ത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. സാർ കൈയെടുക്ക്, അവൾ കണ്ണ് തുറക്കാതെയാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ കൈയെടുക്ക് സാറേ. ഇല്ലല്ലോ ഭാര്യയെ. അവൻ പിന്നെ അവളുടെ പൊക്കിൾ ചുഴിയുടെ ആഴാണെന്നപ്പോൾ അവൾ പൊള്ളി പിഴഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ശേഷം അവൻ്റെ കഴുത്ത് നോക്കി ആഞ്ഞു കടിച്ചതും ആദമിൻ്റെ നിലവിളി ആ ബംഗ്ലാവ് മുഴുവൻ പ്രതിധ്വനിച്ചു. യാന്ത്രികമായി അവൻ്റെ പിടി അയഞ്ഞു. താൻ കടിച്ചിടം അമർത്തി ഒഴിഞ്ഞുകൊണ്ട് തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ആദമിനെ കണ്ടതും നിഹ ജീവനും കൊണ്ട് ഓടി. ഇടി നിൽക്കാൻ! ആദം അവളെ പിടിക്കാനായി പിന്നാലെ ഓടി. അന്നേരം അവന് പിടി കിട്ടിയത് അവളുടെ സാരിത്തലപ്പാണ്. അവനതിൽ പിടിമുറുക്കിയതും അവളുടെ ഓട്ടം അവസാനിപ്പിച്ചു നിന്നു. തന്നെ കടിച്ച ദേഷ്യത്തിൽ അവൻ അവളുടെ സാരി മുഴുവനായും വലിച്ചൂരിയതും നിഹയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. സ്കേർട്ടും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന നിഹയുടെ മേനിയിലേക്ക് അവൻ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. അവൾ അന്നേരം കൈകൾ വെച്ച് തൻ്റെ മാറ് മറച്ചു പിടിച്ചു നിന്നു. തന്നെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടതും അവൾ മുന്നിൽ കണ്ട വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഷിറ്റ്! അവളെ കിട്ടാത്തതിൻ്റെ ദേഷ്യം അവൻ മുഷ്ടി ചുരുട്ടി ചുവരിലിടിച്ചുകൊണ്ട് തീർത്തു. അതിനിടയിൽ അവൻ്റെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു. നിഹ, നീ ഇനി കുളി കഴിഞ്ഞിറങ്ങിയാൽ മതി. ഞാൻ താഴെ പോവാണ്. നിനക്കുള്ള ഡ്രസ്സൊക്കെയും വണ്ടിയില്ല. ഞാൻ അത് എടുത്തിട്ട് വരാം. പിന്നെ വാഷ്റൂമിൽ നിന്നും ചിലപ്പോൾ എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേട്ടെന്ന് വരാം. പേടിക്കരുത്. ഈ വാഷ്റൂമിലാണ് പോലും.
പണ്ട് ഇവിടെ താമസിച്ച സായിപ്പിൻ്റെ മോള് റോസി എന്ന പെണ്ണ് സൂയിസൈഡ് ചെയ്ത് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നിഹ, ഇനിയിപ്പോൾ എന്തേലും ശബ്ദം കേട്ടെന്ന് വെക്കുക, അന്നേരം ആരാ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രേതം മദാമയാണ്, മലയാളം അറിയില്ല. നീ പറ്റാവുന്ന പോലെ ഇംഗ്ലീഷിൽ സംസാരിച്ചു ശത്രുവില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പേടി വേണ്ട, ജാഗ്രത മാത്രം മതി. പിന്നെ നിഹ, നീ ആ ഷവർ ഓൺ ചെയ്തിട്ടോ. ഇവിടെ മുൻപ് താമസിച്ചവർ അത് ഓൺ ചെയ്തു എന്നോ വെള്ളത്തിന് പകരം എന്തോ രക്തം വന്നിരുന്നെന്നോ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഞാൻ പിന്നെ ഈ മുറിയിലോ വാഷ്റൂമിലോ വരാറില്ല, അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല. നീ ആ വാഷ്റൂമിൽ കയറിപ്പോയില്ലേ, പേടിക്കൊന്നും വേണ്ട, ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ അതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാവും, എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. നാളെ തൊട്ട് നമ്മുടെ ബെഡ്റൂമിലെ വാഷ്റൂം യൂസ് ചെയ്താൽ മതി. നമ്മുടെ ബെഡ്റൂം ദേ ആ ലെഫ്റ്റ് സൈഡിലാണ്, കുളി കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി. എന്നാൽ ഞാൻ പോവാണ്. ഇത്രയും പറഞ്ഞ ആദം നിഗൂഢമായ ചിരിയോടെ അവിടെ മറഞ്ഞു നിന്നപ്പോൾ ഇതൊക്കെ കേട്ട് വാഷ്റൂമിൽ നിന്ന് നിഹയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. അവൾ അവിടെ മുഴുവൻ കണ്ണോടിച്ചു. വാഷ്റൂമിലെ നിശബ്ദതയിൽ അവൾക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. പിന്നെ അവളുടെ നോട്ടം ആ ഷവറിലേക്ക് നീണ്ടു. അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ അതിൽ നിന്നും രക്തം വരുന്നത് പോലെ ഫീൽ ചെയ്ത നിഹ പേടിച്ച് വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. മുറിയിലെത്തിയ നിഹ കിതപ്പോടെ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. കണ്ണുകൾ ഇറുകെ പൂട്ടി നിന്നു. അന്നേരം പിന്നിലൂടെ ആരോ വന്ന് തൻ്റെ നഗ്നമായ വയറിൽ വട്ടം ചുറ്റി പിടിക്കുകയാണെന്ന് തോന്നിയതും അവൾ കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം നൈറ്റ് റോബും ധരിച്ച് ഗോസ്റ്റിൻ്റെ മാസ്കും ധരിച്ച ഒരു രൂപം. നിലവിൽ പേടിച്ച് വിറക്കുകയായിരുന്ന നിഹ അത് കണ്ടതും പേടിച്ച് ഉറക്കെ നിലവിളിച്ചപ്പോൾ ആദം പണി പാളിയോ എന്ന പോലെ തൻ്റെ മാസ്ക് മാറ്റി. അവൾ അപ്പോഴും തൻ്റെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുകെ പൂട്ടി നിൽപ്പാണ്. നിഹ, ഇത് ഞാനാ, ഹേ പേടിക്കല്ലേ നിഹ, അവൾ തന്നോട് അടുപ്പിച്ചുകൊണ്ട് ആദം പറഞ്ഞതും അവൾ അപ്പോഴും പേടിച്ച് വിറയ്ക്കുകയാണ്. നിഹ ഇങ്ങോട്ട് നോക്ക്, ഇത് ഞാനാ. ആദമിൻ്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണു തുറന്നു. തൊട്ടരികിൽ ആദമിനെ കണ്ടതും അവൾ ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അവൾ അവനെ ഇറുകെ പുണർന്നു നിൽപ്പാണ്. അവൾ അപ്പോഴും കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആദം അവളെ തിരികെ പുണർന്നു അവളുടെ പുറം മേനിയിൽ തട്ടിക്കൊടുത്തു. നിഹ, ആർ യു ഓക്കെ? സാർ, അവിടെ വാഷ്റൂമിൽ പ്രേതമുണ്ട് സാർ, വിറയിലൂടെ പറയുന്നവളെ അവനൊന്ന് നോക്കിപ്പോയി. നിഹ, അത് ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ, ഇവിടെ പ്രേതമൊന്നും ഇല്ലെന്ന് അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ആദം പറഞ്ഞു. ഉണ്ട് സാർ, ഞാൻ കണ്ടതാ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ ഭയമുണ്ട്. എങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞ ആദം അവളുമായി വാഷ്റൂമിലേക്ക് നടന്നു. അവൾ അന്നേരവും അവനോട് പറ്റിച്ചേർന്ന് നിൽപ്പാണ്. എവിടെ പ്രേതം? വാഷ്റൂമിലെത്തിയ ആദം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നേരത്തെ ആ ഷവറിൽ നിന്നും രക്തം ഞാൻ കണ്ടതാ സാർ. എങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് അവൻ ഷവർ ഓൺ ചെയ്യാനൊരുങ്ങി. അയ്യോ സാർ, എനിക്ക് പേടിയാ എന്നും പറഞ്ഞവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. തൻ്റെ നെഞ്ചിൽ അമർന്നു നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും പെട്ടെന്ന് തോന്നിയ കുസൃതിയിൽ ആദം ഷവർ ഓൺ ചെയ്ത് അവളെയും കൊണ്ട് ഷവറിൻ്റെ ഇടയിൽ നിന്നതും ഇരുവരെയും നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങി. അധികം വൈകാതെ ഇരുവരും മുഴുവനായി നനഞ്ഞു. പരിസരം മറന്ന് രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നതും അവനെ തടയാനാവാതെ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. സാർ, എന്താ ഇത്, മാറിക്കേ. നിഹ അവനിൽ നിന്നും അകന്ന് മാറാനൊരുങ്ങവേ ആദം അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ച് ഒന്നുകൂടെ അവളെ തന്നോട് അടുപ്പിച്ചു വിരിഞ്ഞു മുറുക്കി. അവൻ്റെ കൈകൾ അവളുടെ അതരങ്ങളെ ഞെരിച്ചുടച്ചതും അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞുപോയി. അവൻ്റെ കൈവിരലുകൾ അവളുടെ കവളിനെ തൊട്ട് തലോടിയതും അവളന്നേരം കണ്ണു തുറന്ന് അവനെ നോക്കി. ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു വലിച്ചു. പഴൽ മീനിനെ പോലെ പിടക്കുന്ന അവളുടെ മാൻമിഴികളിലെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ അതരങ്ങൾ തൻ്റെ അതരങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ടതും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകി. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ നിമിഷം സ്വബോധത്തിലേക്ക് വന്ന നിഹ അവനെ തള്ളി മാറ്റി മുഖം തിരിഞ്ഞു നിന്നു. ഇത്രയും നേരം താൻ അവന് വിധേയമായി നിന്ന് കൊടുത്തു എന്നോർത്തപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി. അവൾ അപ്പോഴും കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ മുഖം തിരിഞ്ഞു നിന്നുള്ള നിൽപ്പ് നോക്കിക്കൊണ്ട് ആദം പിന്നെയും ഷവറിനടിയിൽ നിന്നു. റോസി പ്രേതം വന്നാൽ പേടിക്കരുതിട്ടോ, സായിപ്പിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ആദം അവളുടെ കാതോരം പറഞ്ഞതും നിഹ അവന് നേരെ തിരിഞ്ഞു അവനെ കൂർപ്പിച്ചു നോക്കി. അന്നേരം അവൻ്റെ കണ്ണുകൾ തൻ്റെ മേനിയിൽ അലഞ്ഞു നടക്കുന്നത് തിരിച്ചറിഞ്ഞവൾ അവനെ പിടിച്ച് പുറത്താക്കി ഡോറടച്ചു. ആദം ഡ്രസ്സ് മാറി ധൃതിയിൽ താഴേക്ക് നടക്കുമ്പോൾ തുരുതുരാ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ റൊമാൻസിൽ പാറ്റയിടാൻ ഓരോന്ന് കയറി വന്നോളും എന്നും പെറുപിറുത്തുകൊണ്ട് ഡോർ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നു യാഗ്.
ആളെ മനസ്സിലായിട്ടും ആദം അറിഞ്ഞതായി ഭാവിച്ചില്ല. ആരാ, എന്ത് വേണം? ആദം ഗൗരവം ഒട്ടും കുറച്ചില്ല. അപ്പ എവിടെ? എനിക്കെൻ്റെ അപ്പയെ കാണണം. നിന്റെ അപ്പനും അമ്മയും ഒന്നും ഇവിടെ ഇല്ല. നിനക്ക് വീട് മാറിയതാ. അല്ല, എനിക്കറിയാം, ഇത് തന്നെയാ വീട്, യാഗ് വീണ്ടും പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, ഇവിടെ ഞാനേ ഉള്ളൂ. എനിക്ക് പിന്നെ നിന്റെ അപ്പനാവാനുള്ള പ്രായമൊന്നുമില്ല. ആദം അവനെ വട്ടം കറക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളല്ല എൻ്റെ അപ്പ. നിങ്ങളുടെ സ്റ്റാഫില്ലേ നിഹാരിക, അതാണ് എൻ്റെ അപ്പ. ഓ, അവളാണോ നിന്റെ അപ്പൻ? അവളെങ്ങനെ നിന്റെ അപ്പനാവും? അമ്മയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ. ആദം ഉള്ളിലോറി ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അപ്പനല്ല, അപ്പച്ചി. എൻ്റെ അച്ഛൻ്റെ അനിയത്തിയത്. ഞാൻ അപ്പയെന്ന് വിളിക്കും. ആഹാ, അങ്ങനെ പറ. നെഹയാണോ കാണേണ്ടേ? എന്നാൽ അകത്തേക്ക് കയറുക. പിന്നെ നിന്റെ അപ്പനുണ്ടല്ലോ, അവളെൻ്റെ സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ ഭാര്യ കൂടിയാ. അതുകൊണ്ട് നിങ്ങളെ വിളി വേണ്ട, അങ്കിളെന്ന് വിളിച്ചാൽ മതി. അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദം പറഞ്ഞു. ശരി, അപ്പയെന്ന് വിളിക്കോ? എനിക്ക് അപ്പയെ കണ്ടിട്ട് പെട്ടെന്ന് പോകണം. ഞാൻ ആരും അറിയാതെ വന്നേ. ആണോ? എന്നകത്തേക്ക് ഇരുന്നോട്ടോ, വണ്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ അതെടുത്തിട്ട് ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ആദം വണ്ടിക്കരികിലേക്ക് നടന്നപ്പോൾ യാഗ് വീടിനകത്തേക്ക് കയറി. അവനകത്ത് കയറാൻ നല്ല പേടിയുണ്ട്. പ്രേതഭവനം എന്നാണല്ലോ നാട്ടിൽ അവിടെ അറിയപ്പെടുന്നത്. നിഹ, ഡോറിൽ തട്ടിക്കൊണ്ട് ആദം വിളിച്ചു. എന്താ? അവൾ അകത്ത് നിന്നും ചോദിച്ചു. ഡോർ തുറക്ക്. എന്തിനാ? നിനക്ക് ഡ്രസ്സ് വേണ്ടേ? അതവിടെ വെച്ചാൽ മതി, ഞാൻ എടുത്തോളാം. സാറിൻ്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതൊക്കെ ഞാൻ വഴിയെ വാങ്ങി വെച്ചോളാം. ഇപ്പം നീ പെട്ടെന്ന് ഡ്രസ്സ് മാറി വരാൻ നോക്ക്. നിന്നെ കാണാൻ നിന്റെ ചേട്ടൻ്റെ മകൻ വന്നിട്ടുണ്ട്, യാഗ്. ആദം അത് പറഞ്ഞു തീർന്നില്ല, അപ്പോഴൊക്കെ അവന് മുന്നിൽ വാഷ്റൂമിൻ്റെ ഡോർ തുറക്കപ്പെട്ടു. സത്യമാണോ സർ? നിഹ ഡോറിനിടയിൽ മറഞ്ഞെന്നുകൊണ്ട് ചോദിച്ചു. സത്യം, ആദം പറഞ്ഞു. എങ്കിൽ താ. എന്ത്? എനിക്ക് മാറിയെടുക്കാനുള്ള ഡ്രസ്സ്. അന്നേരം ആദം അവൾക്ക് നേരെ ഡ്രസ്സും ടവലും നീട്ടിയപ്പോൾ അതവൾ വാങ്ങിക്കാൻ വേണ്ടി കൈ നീട്ടിയതും ആദം അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഇത് സാറെ, കളിക്കല്ലേ, അതിങ്ങ് തരൂന്നേ, അവൾ അപേക്ഷ രൂപേണ പറഞ്ഞപ്പോൾ അവൻ അവൾക്ക് ഡ്രസ്സ് നൽകി തിരിഞ്ഞു നടന്നു. ആദം നൽകിയ ജോഗറും ടീഷർട്ടും ധരിച്ച് നിഹ താഴേക്ക് നടന്നു. അന്നേരം യാഗിന് TV വെച്ച് കൊടുക്കുന്ന ആദമിനെയാണ് അവൾ കാണുന്നത്. നിഹയെ കണ്ടതും യാഗ് അവളെ കെട്ടിപ്പിടിച്ചു. നിഹയും തിരികെ അവനെ പുണർന്നു. അപ്പച്ചിയുടെയും മോൻ്റെയും കെട്ടിപ്പിടുത്തവും കരച്ചിലും സംസാരമൊക്കെയും ആദം തൊട്ടരയിൽ നിന്ന് നോക്കിക്കാണുകയാണ്. നിഹ, അവൻ ആദ്യമായി ഇങ്ങോട്ട് വരികയല്ലേ, കഴിക്കാനൊന്നും കൊടുക്കണ്ടേ? ആദം പറഞ്ഞപ്പോഴാണ് നിഹയും അക്കാര്യം ഓർക്കുന്നത്. എന്താ കൊടുക്കുക എന്ന പോലെ അവൾ ആദമിനെ നോക്കി. നിഹ, നീ 3 കോഫി റെഡിയാക്ക്, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. കഴിക്കാനുള്ളതൊക്കെ കിച്ചണിലെ കവറിലുണ്ട്. ആദം പറഞ്ഞത് കേട്ടതും നിഹ അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്ന് കോഫി റെഡിയാക്കി അവൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ചിരുന്ന കവർ തുറന്നു നോക്കി. ഷവർമ, ബർഗർ, കട്ട്ലറ്റ്, നൂഡിൽസ് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെയും അതിലുണ്ടായിരുന്നു. അവളുടെ വിശപ്പിൻ്റെ അസുഖം അറിയാവുന്നത് കൊണ്ടാവാം അവൻ ഇതൊക്കെയും വാങ്ങിച്ചതെന്ന് അവൾ ചിന്തിച്ചു. കോഫിയുമായി അവൾ അകത്തേക്ക് നടന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ടും മുന്നിൽ വെച്ച സാധനങ്ങളുടെ ഒടുക്കത്തെ മണം കൊണ്ടും അതിൻ്റെ കൂടെ യാഗിനെ കണ്ടതിൻ്റെ സന്തോഷവും അവൾ അന്നേരം ദേഷ്യവും വാശിയും പിണക്കവും എല്ലാം മറന്ന് കഴിപ്പ് തുടങ്ങി. അത് കണ്ടതും ആദമിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. യാഗിനെ വീട്ടിലിറക്കാൻ ആദം പോവാൻ നേരം റോസി പ്രേതത്തെ ഭയന്ന നിഹയും വണ്ടിയിൽ കയറിയിരുന്നു. യാഗിനെ വീടിന് തൊട്ടു മുന്നിൽ ഇറക്കുമ്പോൾ രേഷ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. രേഷ്മയോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ നിഹയുടെ പകുതി ടെൻഷനും പോയിരുന്നു. താൻ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സന്തോഷമായിരിക്കുമെന്നും പറഞ്ഞ് ഏട്ടത്തി അവളെ ആശ്വസിപ്പിച്ചു വിട്ടു. തിരികെ വണ്ടിയിൽ കയറാൻ നേരം നിഹയുടെ മുഖം വാടിയത് ആദം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ വണ്ടി വീട്ടിലേക്ക് തിരിക്കാതെ നേരെ മുന്നോട്ട് വിട്ടത്. ഇതെങ്ങോട്ടാ? നിഹ ചോദിച്ചു. നമുക്കൊരു ഈവനിങ് റൈഡിന് പോയാലോ? അവള് ഒന്നും മിണ്ടിയില്ല. നിഹ, നീ എന്തൊന്നും മിണ്ടാഞ്ഞത്? എനിക്ക് സങ്കടം വരുവാ സർ, എനിക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അനിയേട്ടന് എന്നെ വേണ്ടാതായില്ലേ? എനിക്കിപ്പോൾ ആരുമില്ല. നിൻ്റെ സങ്കടം കുറക്കാനല്ലേ നമ്മൾ പോകുന്നത്? നിനക്ക് ഞാനില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അന്നേരം അവൾ അവനെ നോക്കി. സാറിൻ്റെ ആരാ? നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള. നിനക്കിതുവരെയായിട്ടൊന്നും മനസ്സിലായില്ല? എന്ത് മനസ്സിലായില്ലേന്ന്? കുന്തം, ഇനിയും ഞാൻ നിന്നോട് മിണ്ടിയാലേ ഞാൻ വല്ലതും പറഞ്ഞു പോകും.
എന്നും പറഞ്ഞ് ആദം മുഖം വീർപ്പിച്ചു വണ്ടി മുന്നോട്ടെടുത്തു. അന്നേരം നിഹ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ യാത്ര ആസ്വദിച്ചു തുടങ്ങി. യാത്രയിലെ കാഴ്ചകൾ അവളുടെ കണ്ണിന് കുളിർമ നൽകി. വണ്ടി പിന്നെയും ഒരുപാട് ദൂരം പിന്നിട്ടു. ഒപ്പം അവൾക്കിഷ്ടപ്പെട്ട പൊട്ടാറ്റോ ട്വിസ്റ്റർ, സ്വീറ്റ് കോൺ, പാനിപൂരി, ഐസ്ക്രീം ഇതൊക്കെ അവൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവളുടെ മൂടൊന്നു ശരിയായി. തിരികെ വരുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. നിഹ, ഇന്നേ നമ്മുടെ ആദ്യ രാത്രിയാണ്. മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദം പറഞ്ഞതും നിഹ കിളിപോയ പോലെ അവനെ നോക്കി. അവളുടെ കണ്ണിലെ പിടച്ചിലും മുഖത്തെ വെപ്രാളവും പരവേശവും ആദം ആസ്വദിച്ചു നിന്നു. ആദ്യ രാത്രി എന്ന് കേട്ടിട്ടും ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒരു ഉമ്മ വെക്കാൻ പോലും കുരിപ്പ് സമ്മതിക്കുമെന്ന് തോന്നില്ല. കാര്യമായി വേറെന്തെങ്കിലും കഴിപ്പിച്ചാലോ? വയറ് നിറയുമ്പോൾ ടെൻഷൻ മറക്കുന്ന ടീമിനെ ഞാൻ ആദ്യം കാണുക.